ഹലോ ഫ്രണ്ട്സ്, ദ 7 റെലിക്സ് ഓഫ് ഇൽ ഒമൻ എപ്പിസോഡ് 19 സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ അമ്മയായിട്ടുള്ള ഒരു ഫൈറ്റിങ്ങിന് ശേഷം അമ്മയെ ഫോളോ ചെയ്തിട്ട് അമ്മ താമസിക്കുന്ന സ്ഥലത്ത് ഇവരെത്തുന്നുണ്ട്. അങ്ങനെ മ്യൂതയും അതുപോലെ ഹോങ്ഷിയും കൂടിയിട്ട് ബോയ്സിനെ പുറത്ത് നിർത്തിയിട്ട് അമ്മയുടെ ശരീരത്തിൽ നിന്നും ആ റെലിക്സ് ഓഫ് ഇൽ ഒമനെ പുറത്തെടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അവർ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഈ റെലിക്സ് ഓഫ് ഇൽ ഒമൻ അമ്മയുടെ ശരീരത്തിൽ നിന്ന് മാറ്റുന്ന ടൈമിൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും. കാരണം അത്രയും യങ് ആയിരുന്ന അമ്മ അത് മാറ്റുന്നതിന് ശേഷം ശരിക്കും വയസ്സായ, അതായത് അവരുടെ കറക്റ്റ് ഏജിലേക്ക് അങ്ങ് എത്തുകയാണ് കേട്ടോ. ഇത് കാണുന്ന എല്ലാവരും ഒന്ന് ഷോക്ക് ആകുന്നുണ്ട്. ഈ റെലിക്സ് ഓഫ് ഇൽ ഒമന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടല്ലോ, അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് പവർ ഉണ്ടായിരിക്കും. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും യങ് ആയിട്ട് അമ്മ ഇരുന്നത്. എന്തായാലും മ്യൂതയാണെങ്കിലും ഇവരോട് നിങ്ങളൊരു കുട്ടീനെ ഉപേക്ഷിച്ചില്ലേ ഒരു ഓർഫണേജിൽ, അത് ഓർമ്മയില്ലേ എന്നൊക്കെ ചോദിച്ച് കുറച്ച് വൈകാരികമായിട്ട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ അമ്മയാണെങ്കിലും ഒരു ഭ്രാന്തിയെ പോലെ ഒന്നും ഓർമ്മയില്ലാത്ത പോലെയാണ് പെരുമാറുന്നത്. മ്യൂതയാണെങ്കിലും അങ്ങനെ നിങ്ങളെ മറക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, ഞാൻ അവിടെ എന്തുമാത്രം സഫർ ചെയ്തു എന്ന് നിങ്ങൾക്കറിയൂ എന്നൊക്കെ ചോദിച്ച് ഇവൾ കുറച്ച് ഇമോഷണൽ ആവുകയാണ് കേട്ടോ. സോ കരച്ചിലൊക്കെ വരുന്നുണ്ട്. ഇവളാണെങ്കിലും കണ്ണുനീരാരും കാണാതിരിക്കാൻ വേണ്ടി അവിടെ നിന്നും ഓടുകയാണ്. ഇത് കാണുമ്പോൾ എല്ലാവർക്കും ഒരു ചെറിയ വിഷമമൊക്കെ വരുന്നുണ്ട്. അതിനുശേഷം ഇവൾ ആ ഹോഴ്സ് സ്റ്റാച്യൂവിൻ്റെ അവിടെ ഇരിക്കുമ്പോൾ അങ്ങോട്ട് വരുന്ന ഹോങ്ഷിയാണെങ്കിൽ, അതായത് എല്ലാവരും മാറി മാറിയിട്ട് അമ്മയെ നോക്കുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് പറയുമ്പോൾ മ്യൂതയാണെങ്കിൽ അവർക്ക് എന്തൊരു ലെക്കാലേ അവരെ നോക്കാനും ട്രീറ്റ് ചെയ്യാനൊക്കെ ഇത്രയും ആളുകളുണ്ടല്ലോ എന്ന് പറയുമ്പോൾ, അല്ല അമ്മേനെ നീ എന്ത് ചെയ്യാനാണ് നീ ഉദ്ദേശിക്കുന്നത്, നീ വേണ്ട ആളെ നോക്കാൻ നീ നോക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന മ്യൂതയാണെങ്കിൽ, ഞാൻ എന്തിനാ അവരെ നോക്കണം, അവരെന്നെ നോക്കിയിട്ടുണ്ടോ, ജനിപ്പിച്ചു എന്ന് വിചാരിച്ച് അവരെ നോക്കേണ്ട ഉത്തരവാദിത്വമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞ് ഇവൾ ഇത്തിരി ഹാർഷായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഹോങ്ഷിയാണെങ്കിൽ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാൻ വരുന്നുണ്ടെങ്കിലും ഇവളതൊന്നും കേൾക്കുന്നില്ല കേട്ടോ. മ്യൂതയുടെ അടുത്തേക്ക് വരുന്ന ല്യൂറയാണെങ്കിലും ഇവളെ ഒന്ന് ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. മ്യൂതയാണെങ്കിലും ഞാൻ ഇത്രയും അന്വേഷിച്ച് നടന്നത് അവർക്ക് വേണ്ടിയാണ്, പക്ഷേ അവർക്ക് എന്നെ ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ സഹിക്കാൻ കഴിയുമെന്നൊക്കെ ചോദിച്ച് ഒന്ന് സങ്കടപ്പെടുന്ന ടൈമിൽ ഇവൻ പറയുന്നത്, അതായത് ചില ആളുകൾ അങ്ങനെയൊക്കെയാണ്, നമ്മുടെ ആ ഒരു ഇഷ്ടമോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കെയർ ഒന്നും അവർ ഡിസേർവ് ചെയ്യുന്നില്ല, എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്. ഇത് മാത്രമല്ല, ഇപ്പോൾ റെലിക്സ് ഓഫ് ഇൽ ഒമൻ ശരീരത്തിൽ നിന്ന് മാറ്റിയതല്ലേ ഉള്ളൂ, അവർക്ക് ഓർമ്മകളൊക്കെ ആകെ പോയി കിടക്കുകയാണ്. സോ ഒന്ന് കറക്റ്റ് ആവാൻ ടൈം എടുക്കും, നമ്മൾ കുറച്ച് ടൈം കൊടുക്കണം. അത് പറഞ്ഞപ്പോഴാണ് മിസ് ഹോങ് നിന്നെപ്പറ്റി ചോദിച്ചതിനെ എത്ര പ്രാവശ്യം വിളിച്ചു എന്ന് അറിയൂ. ചില ആളുകൾ ജനിപ്പിച്ചു എന്ന് വിചാരിച്ച അമ്മയാവുന്നുമില്ല, ബ്ലഡ് റിലേഷൻ ആവണമെന്നുമില്ല. മിസ് ഹോങ് തന്നെ 20 വർഷത്തിൽ കൂടുതലായിട്ട് നിന്നെ നോക്കുന്നില്ലേ, സ്വന്തം മകളായിട്ട് ഒരു അമ്മ എങ്ങനെയാകുമെന്നുള്ള പഠിപ്പ് വരെ അവരെടുക്കുന്നുണ്ട്. സോ എന്തുമാത്രം എഫേർട്ടും കെയറിങ്ങാണ് അവർ ചെയ്യുന്നത്, അത് നീ ആലോചിച്ചിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ നീ അവരെ പോലെയുള്ള ആളുകളെ വിഷമിപ്പിക്കാതിരിക്കാനല്ലേ നോക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഇവൻ സംസാരിക്കുമ്പോൾ ഇവൾക്ക് തിരിച്ചു പറയാൻ ഒന്നും ഉണ്ടായിരിക്കില്ല. പിന്നീട് ഇവളാണെങ്കിലും മിസ് ഹോങ്ങിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, നീ ഓക്കെ അല്ലേ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാണ് ആൾ തിരിച്ച് ചോദിക്കുന്നത്. എനിക്കൊരു കുഴപ്പമില്ല, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, ഉടനെ തന്നെ ഞാൻ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞ് മ്യൂതയാണെങ്കിൽ ഹോങ്ങിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിറ്റേ ദിവസം ല്യൂറയാണെങ്കിലും ഈ അമ്മയ്ക്ക് ഫുഡ് കൊടുക്കാൻ വരുമ്പോൾ മ്യൂതയെ പറ്റി ചോദിക്കുന്നുണ്ട്. ഇന്നലെ വന്ന ആ പെൺകുട്ടി മോൻ്റെ ഗേൾ ഫ്രണ്ട് ആണല്ലേ, എന്നോട് എന്തിനാണ് ഇങ്ങനെ ഉപേക്ഷിച്ചു പോയ ആ ഓർഫണേജിൽ എന്നൊക്കെ ചോദിച്ച് സംസാരിച്ചു. ആ പെൺകുട്ടി എൻ്റെ മകളായ പെൺകുട്ടി, അതാണോ ആ കുട്ടി എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുന്ന ല്യൂറയാണെങ്കിൽ, എനിക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനുണ്ട്, നിങ്ങൾ ശരിക്കും എന്ത് ചെയ്യുന്നേ, എന്തൊക്കെ ഇവിടെ നടക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറയുമ്പോൾ ശരിക്കും ഇത് കേൾക്കുമ്പോൾ ല്യൂറയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. എന്ത് ഇൻട്രസ്റ്റിംഗ്, ഇതാണോ ഇൻട്രസ്റ്റിംഗ് എന്ന് ചോദിക്കുന്ന ല്യൂറയോട്, അതെ ഈ പവർ കിട്ടിയതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു, എനിക്ക് നല്ലൊരു എനർജി തന്നെ വന്നു, ഞാനില്ലാതെയായി മാറി എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് ല്യൂറി തിരിച്ച് ചോദിക്കുന്നത്. ശരി, എനിക്ക് ഒറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി, അതായത് നിങ്ങൾ ഞങ്ങളെ ടാർഗറ്റ് ചെയ്തത് റെലിക്സ് ഓഫ് ഇൽ ഒമൻ ഞങ്ങളിൽ എഫക്റ്റ് ചെയ്യില്ല എന്ന് അറിഞ്ഞതുകൊണ്ടല്ലേ, അത് പരീക്ഷിക്കാൻ വേണ്ടിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈ അമ്മയാണെങ്കിലും, അല്ല അതിന് വേണ്ടിയിട്ട് മാത്രമല്ല എന്ന് തോന്നുന്നു, കാരണം ഇതൊക്കെ എന്നോട് ഒരാൾ ചെയ്യാൻ പറഞ്ഞതാണെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ല്യൂറി ആകെ സർപ്രൈസ്ഡ് ആകുന്നുണ്ട്. ആരാ നിങ്ങളോടത് പറഞ്ഞതെന്ന് ഇവൻ ചോദിക്കുന്ന ടൈമിൽ ഇവരാണെങ്കിൽ ഷെൻഗുയെ പറ്റിയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അതായത് ആളുടെ പേരൊന്നും ഈ ലേഡിക്ക് അറിയത്തില്ല, ഒരാൾ എന്നോട് പറഞ്ഞു, അയാൾ പറഞ്ഞത് ഈ ഗെയിമിൽ ഞാൻ മാത്രമല്ല ഇനി ഒരുപാട് ആളുകളുണ്ടെന്നും അവരവരുടെ ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഇവൻ്റെ കിളി മൊത്തത്തിൽ പോകുന്നുണ്ട്. പിന്നീട് മറ്റുള്ളവരോട് ഇതിനെപ്പറ്റി പറയുമ്പോൾ യാൻഹയാണെങ്കിൽ, ഗെയിമോ ഇനിയും ആളുകളുണ്ടെന്നോ, എന്തിവിടെ നടക്കുന്നത്, അവർ മിക്കവാറും ഒരു കള്ളക്കഥയൊക്കെ പറഞ്ഞതായിരിക്കും എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന മ്യൂതയാണെങ്കിൽ അങ്ങനെ ഒരു കള്ളക്കഥയായിട്ട് തോന്നുന്നില്ല, കാരണം മുന്നേ എപ്പോഴും ഇവരിതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ഈ ഗെയിമിനെ പറ്റിയിട്ട്. സോ ഇതിലെന്തൊക്കെയോ സത്യങ്ങളുണ്ടെന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്ന് വണ്ടടിക്കുന്നുണ്ട്. അപ്പോൾ ല്യൂറയാണെങ്കിലും, ആ ലേഡിക്ക് ആളുടെ മകള് നീയാണെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്, നിന്നെ ഒന്ന് കാണണം സംസാരിക്കണം എന്ന് പറഞ്ഞു എന്ന് ഇവളോട് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇവളാണെങ്കിൽ പിന്നീട് കാണാൻ വരുന്നതും, നിങ്ങൾ എന്തിനാ എന്നെ ഉപേക്ഷിച്ചെന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ ഈ ലേഡി
ലേഡിയാണെങ്കിൽ ഞാൻ ഉപേക്ഷിച്ചത് കൊണ്ട് നിനക്ക് നല്ലതല്ലേ സംഭവിച്ചിട്ടുള്ളൂ, നല്ലൊരു ബോയ് ഫ്രണ്ടിനെ കിട്ടി, നല്ലൊരു കുടുംബത്തിലേക്കല്ലേ നീ പോയത്, നിന്നെ ഒരു ബിസിനസ്സുകാരി ആയിട്ടുള്ള നല്ല വെൽത്തി ഫാമിലിയിലുള്ള ഒരു പെൺകുട്ടിയാണ് അഡോപ്റ്റ് ചെയ്തതെന്ന് അറിഞ്ഞു, സോ നിനക്ക് നല്ലത് മാത്രമല്ലേ വന്നിട്ടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ മ്യൂതയാണെങ്കിൽ ഓഹോ അപ്പോൾ ഉപേക്ഷിക്കുന്നത് നല്ല കാര്യമാണെന്നാണോ പറയുന്നത്, ശരി അങ്ങനെയാണെങ്കിൽ കേൾക്കാൻ നന്നായിട്ട് രസം തോന്നുന്നു, കാരണം നിങ്ങൾ ഉപേക്ഷിച്ചത് കൊണ്ടാണല്ലോ ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ പറയുന്ന മ്യൂതയാണെങ്കിൽ ശരി ഇതിൻ്റെ പേരിൽ എനിക്ക് നിങ്ങൾക്ക് പൈസയൊന്നും തരേണ്ട ആവശ്യമില്ലല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു ചില്ലി പൈസ പോലും ഞാൻ തരത്തില്ല എന്ന് പറയുമ്പോൾ ഈ ലേഡിയാണെങ്കിൽ അത് പറഞ്ഞാൽ പറ്റത്തില്ല, നീ എനിക്ക് പൈസ തന്നേ മതിയാകൂ എന്ന് പറഞ്ഞ് പൈസയോട് ആർത്തി കാണിക്കുന്നുണ്ട്. മ്യൂതയാണെങ്കിൽ എന്തിന് ഞാൻ പൈസ തരണം എന്ന് പറയുമ്പോൾ കാരണം ഞാൻ നിനക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നീ ശരിക്കും എൻ്റെ മകളല്ല എന്ന് പറയുമ്പോൾ മ്യൂത ചെറുതായിട്ടൊന്ന് സർപ്രൈസ്ഡ് ആകുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇവർ കാശ് വാങ്ങാനുള്ളൊരു സൂത്രമാണോ പ്രയോഗിക്കുന്നതെന്നും ഇവൾ ചിന്തിക്കുന്നുണ്ട്. ഈ ലേഡിയാണെങ്കിലും ഞാൻ സത്യ പറഞ്ഞത്, നീ എൻ്റെ മകളല്ല, നിനക്ക് ആ ഒരു പാലം ഓർമ്മയില്ലേ, അവിടെ വെച്ചിട്ടാണ് കുഞ്ഞായി നിന്നെ എനിക്ക് കിട്ടിയത്, സോ ആരുമില്ലാത്ത അവിടെ ആ തണുത്ത് മരവിച്ചിരിക്കുന്ന നിന്നെ എനിക്ക് അവിടെ ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല, ഞാൻ എൻ്റെ കൂടെ കൂട്ടി, ദയ തോന്നിയെന്നോ എൻ്റെ ഒരു മനസ്സാക്ഷി കൊണ്ടാണെന്നോ എന്ത് വേണമെങ്കിലും പറയാം, എന്തായാലും ആ ചെറിയ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വലിയ ചിലവൊന്നുമില്ലല്ലോ, അങ്ങനെയാണ് കൂടെ കൂട്ടിയെന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചെന്ന് ചോദിക്കുന്ന മ്യൂതയോട് ഇവർ പറയുന്നത്, നീ വലുതായപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചിലവുകൾ വന്നു തുടങ്ങി, എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു, പക്ഷെ നീ ഒന്ന് ആലോചിക്കണം, അന്ന് ഞാൻ നിന്നെ എടുത്തില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനൊരു വിധി നിനക്ക് വരില്ലായിരുന്നു, സോ ആ ഒരു പാരിതോഷികമായിട്ടാണെങ്കിലും നിനക്ക് പൈസ തരാനുള്ള കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അങ്ങോട്ട് വരുന്ന ഇത് കേട്ടിട്ട് ലൂറയാണെങ്കിൽ ശരിയാ അവരാ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് പറഞ്ഞ് മ്യൂതയെ അവിടെ നിന്നും പറഞ്ഞയക്കാണ്. അതിനുശേഷം ഒരു കെട്ട് പണം എടുത്തിട്ട് ഇവർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇനി അവളുടെ ലൈഫിലേക്ക് വന്നു പോകരുതെന്ന് പറഞ്ഞ്. സോ ഈ പൈസ കാണുന്ന ടൈമിൽ ഈ ലേഡിക്ക് അങ്ങ് സന്തോഷമാകുന്നുണ്ട്. ലൂറയാണെങ്കിലും തിരിച്ചു വരുന്ന ടൈമിൽ അവർക്ക് പൈസ കൊടുത്തു എന്നാണ് മ്യൂതി ചോദിക്കുന്നത്. അതെന്തായാലും ഞാൻ സെറ്റിൽ ചെയ്തു, ഇനി അതിനെപ്പറ്റി ആലോചിക്കേണ്ട എന്ന് പറയുന്ന ലൂറയോട് അവരെൻ്റെ ശരിക്കുള്ള അമ്മയല്ല എന്ന്. അത് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഷോക്കായി പോയി എന്ന് പറഞ്ഞ് ഇവളാണെങ്കിൽ ഇങ്ങനെ സെൻറ്റിയായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നാൽ ലൂറയാണെങ്കിലും ആ ഒരു കോൺവെർസേഷൻ സ്മൂത്ത് ആയിട്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. പിന്നീട് ഇവളാണെങ്കിൽ പണ്ടത്തെ ആ ഒരു മ്യൂതിയിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ, കളിയും ചിരിയൊക്കെ പറഞ്ഞ്. ലൂറയാണെങ്കിലും ഇവൾ പൊട്ടിച്ചു കൊടുത്ത ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ അതെടുക്കുന്നതും ഇത് സാമയുടെ അമ്മ തന്നതാണ്, സോ ഞാനിത് കളഞ്ഞിട്ടില്ല, നിനക്ക് ഇടണമെങ്കിൽ ഇടാം, നിൻ്റെ ചോയ്സ് ആണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവളൊന്നും തന്നെ തിരിച്ചു പറയുന്നില്ല. അപ്പോൾ ഇവനാണെങ്കിലും അത് ഇവൾക്ക് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇവർ ഹഗ് ചെയ്യുന്നതും അങ്ങനത്തെ ഒരു നല്ല സീനാണ് കാണിക്കുന്നത്. പിന്നീട് ഇവളെന്നെ ഇവിടെ താമസിപ്പിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്ത ലീ എന്ന് പറയുന്ന പെൺകുട്ടി ഉണ്ടല്ലോ ഇവളെ മീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. മാച്ചോ ഉണ്ടല്ലോ ആദ്യം വിറ്റ്നസ് പറഞ്ഞ ആ ബാറിൽ വന്ന് അലമ്പുണ്ടാക്കിയ അവന് ബോധം വന്നുവെന്നും അവനാണ് തള്ളിയിട്ടേന്ന് പറഞ്ഞു, അതുകൊണ്ട് ഇനി പേടിക്കാനൊന്നുമില്ല എന്ന് പറയുമ്പോൾ മ്യൂതയ്ക്ക് സന്തോഷമാകുന്നുണ്ട്. മ്യൂതയാണെങ്കിലും ലിക്സിയിലുള്ള ഇവരുടെ ബാറിൻ്റെ ഡീറ്റെയിൽസും മറ്റും ലീക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങോട്ട് വരികയാണെങ്കിൽ തീർച്ചയായും മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ്. ആ ടൈമിൽ ലീ ആണെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല നീ വന്നപ്പോൾ ഭയങ്കര റൂഡായിരുന്നു, പക്ഷെ ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നു എന്ന് പറയുമ്പോൾ അത് നല്ലതല്ലേ എന്നാണ് മ്യൂതി ചോദിക്കുന്നത്. എനിക്ക് നല്ല ഇഷ്ടമായി, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നതും പിന്നീട് ഇവർ തമ്മിൽ ഹഗ്ഗൊക്കെ ചെയ്ത് വിട പറയുന്നുണ്ട് കേട്ടോ. ഇതേ ടൈമിൽ ഈ 4 അംഗ സംഘമാണെങ്കിൽ പാക്കിങ്ങിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഹോംഷി ആണെങ്കിലും ലൂറയോട് അതായത് മിസ് ഹോങ്ങും മറ്റും ഒരു വെൽക്കം പാർട്ടി സെറ്റാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ പതുക്കെ പറ, മ്യൂതി കേൾക്കേണ്ട, അത് സർപ്രൈസ് പാർട്ടിയാണെന്ന് ലൂറ അവിടെ പറയുന്നുണ്ട്. ഇതേ ടൈമിൽ മ്യൂതിയാണെങ്കിൽ മിററിലേക്ക് നോക്കുമ്പോൾ അവിടെ ഡാർക്ക് മ്യൂതി ഇവളോട് സംസാരിക്കുന്നത് പോലെ ഇവൾക്ക് ഫീൽ ചെയ്യാണ്. അതായത് എന്ത് സിറ്റുവേഷനും ആയിക്കോട്ടെ, സങ്കടം, ദേഷ്യം, വിഷമം, അതുപോലെ ഫ്രസ്ട്രേഷൻ എന്താണെങ്കിലും ആ ടൈമിലൊക്കെ തന്നെ സ്നേഹിക്കാൻ ഒരുപാട് ആളുകളുണ്ടെങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ലടോ, ഞാനിനി നിൻ്റെ അടുത്ത് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല, എൻ്റെ ആവശ്യമില്ലാതെ തന്നെ നിനക്ക് എല്ലാം ഫേസ് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് ഞാൻ എന്തായാലും ഇനി നിന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഈ ഡാർക്ക് മ്യൂതി ഇവളോട് ബൈ പറഞ്ഞു പോവുകയാണ് കേട്ടോ. അതായത് പഴയ ആ ഒരു മ്യൂതിയിലേക്ക് തന്നെ ഇവൾ തിരിച്ചെത്തുക. ഇതേ ടൈമിൽ ഇവളുടെ അമ്മയാണെന്ന് പറഞ്ഞ ആ ഒരു ലേഡിയെ കാണിക്കുന്നുണ്ട് കേട്ടോ. അവർ ഈ പൈസ എണ്ണുമ്പോൾ പാസ്റ്റിലെ കാര്യങ്ങളാണ് ആലോചിക്കുന്നത്. അതായത് ഇവർ ഒരാളുടെ കൂടിയാണ് കേട്ടോ താമസിക്കുന്നത്, ഹസ്ബൻഡൊന്നും അല്ല എന്ന് തോന്നുന്നു. എന്തായാലും അവരാണെങ്കിൽ ഇവളെ നന്നായിട്ട് ഉപദ്രവിക്കും. ചവിട്ടിയിട്ട് ഇങ്ങനെ പുറത്താക്കുന്ന ടൈമിൽ, അതായത് റൂമിൻ്റെ പുറത്തേക്ക് വലിച്ചെറിയാണ്. ആ ടൈമിൽ കൈക്കുഞ്ഞായ ഇവൾ കയ്യിലുണ്ടായിരിക്കും. എന്നിട്ടും ഈ ലേഡി ഈ കുഞ്ഞിനെ ഒന്നും വിടുന്നില്ല കേട്ടോ. അതുപോലെ മുന്നത്തൊരു സീനിൽ കാണിച്ചിരുന്നു, അതായത് ഒരാൾ വന്നിട്ട് ഈ അമ്മേനെ അടിക്കുന്നതും ഇവളാണെങ്കിൽ അടിക്കല്ലേ എൻ്റെ അമ്മേനെ എന്നൊക്കെ പറഞ്ഞ് തടയുന്ന ടൈമിൽ ഇയാൾ ഇവളെന്നെ അടിക്കുന്നതും ആ ഒരു സീനാണ് കാണിച്ചത്. സോ ആ ടൈമിൽ അതായത് ഇയാൾ ഈ മ്യൂതിനെ അടിക്കുമ്പോൾ ഈ ലേഡി വന്നിട്ട് തടയുന്നതും പിടിച്ചു മാറ്റുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ ഫുഡ് കഴിക്കുന്ന ടൈമിൽ ഇയാളാണെങ്കിൽ ഈ കുഞ്ഞു മ്യൂതയോട് കിസ് ചെയ്യാനൊക്കെ പറയുകയാണ് കേട്ടോ, പൈസ തരാമെന്നൊക്കെ പറഞ്ഞ്. ആ ടൈമിൽ ഈ ലേഡിയാണെങ്കിൽ ആ ഒരു വിഷയം അവിടെ നിന്ന് മാറ്റുന്നതും ഞാൻ കിസ് ചെയ്യാം, അവൾ ചെറിയ പെൺകുട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞ് ആ സബ്ജക്റ്റ് ചേഞ്ച് ചെയ്യാൻ നോക്കുമ്പോൾ ഈ മ്യൂതിയാണെങ്കിൽ ദേഷ്യത്തിലൊരു പ്ലേറ്റോ എന്തോ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇവർ രണ്ടുപേരും കിടന്നുറങ്ങുന്ന
തുടങ്ങുന്ന ടൈമിൽ മ്യൂതയാണെങ്കിൽ ദേഷ്യത്തിൽ ഒരു ബിയറിൻ്റെ കുപ്പി എടുത്ത് വന്ന് ഇയാൾ അടിക്കാൻ നോക്കുന്നുണ്ട്. കറക്റ്റ് ടൈമിൽ ഈ ലേഡി കാണുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. അതിനുശേഷമാണ് കേട്ടോ ഓർഫണേജിലേക്ക് കൊണ്ടുപോയി ആക്കുന്നത്. അതും നല്ലൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ ബാഡ് ബോയ്സ് ഉണ്ടാവില്ല എന്നൊക്കെയാണ് ഈ ലേഡി ആ ടൈമിൽ മ്യൂതയോട് പറഞ്ഞിരുന്നത്. അതായത് ഒരു പക്ഷേ തൻ്റെ ജീവിതം പോലെ ഈ പെൺകുട്ടിയുടെ ജീവിതം ആകേണ്ടെന്നൊക്കെ കരുതിയിട്ടായിരിക്കാം ഇവരങ്ങനെ ഉപേക്ഷിച്ച്. പക്ഷേ ഇവള് നോക്കുമ്പോൾ ഇവളുടെ അമ്മ ഉപേക്ഷിച്ചു എന്നല്ലേ. എന്തായാലും ഇതൊക്കെ ആലോചിക്കുന്ന ഈ ലേഡിയാണെങ്കിൽ പൈസ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് എല്ലാവർക്കും നല്ലത്, ഈ പൈസ വാങ്ങിയതിൽ ഒരു തെറ്റുമില്ല എന്നൊക്കെയാണ് കേട്ടോ ഇവർ പറയുന്നത്. എന്തായാലും ല്യൂറയാണെങ്കിലും ഇവൻ്റെ വീട്ടിൽ വീണ്ടും ഒരു ചേംബർ പണിയുന്നുണ്ട് കേട്ടോ, ഹൈ സെക്യൂരിറ്റി ഒക്കെ ആയിട്ട്. ഇത് കാണുന്ന യാനുഹയാണെങ്കിൽ അല്ല ഈ ല്യൂറയ്ക്ക് ഇത് എന്തിൻ്റെ പ്രശ്നം, ഇപ്പം ഇത്രയും സേഫ്റ്റിയുടെ ഒക്കെ ആവശ്യമുണ്ടെന്ന് ചോദിക്കുമ്പോൾ 13 ആണെങ്കിൽ പണ്ടത്തെ പോലെയല്ല, നമുക്ക് കുറച്ചുകൂടി സെക്യൂരിറ്റി ഒക്കെ വേണം, ഇപ്പോൾ ഭയങ്കര ഓണേഴ്സ് ആണെന്നൊക്കെ അവിടെ പറയുന്നതും. ഇതേ ടൈമിൽ ല്യൂറ പിങ്ങിനെയും കൂട്ടിയിട്ട് ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. സോ മ്യൂതയുടെ കേസിനെ പറ്റിയും സംസാരിക്കുന്നുണ്ട്. അതായത് ഡാർക്ക് മ്യൂതയും ഈ വൈറ്റ് മ്യൂതയൊക്കെ ഒരാൾ തന്നെയാണെന്നാണ് ഇവൻ പറയുന്നത് കേട്ടോ. ഡോക്ടർക്ക് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വരെ ഇവൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഈ ഡാർക്ക് മ്യൂത എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഒരു സ്നേഹമൊക്കെ ആഗ്രഹിക്കുന്ന, കുറച്ച് സ്റ്റബേൺ ആണെങ്കിലും ഒരുപാട് സ്നേഹമൊക്കെ വേണ്ടി വരുന്ന ആ ഒരു ടൈപ്പ് കാറ്റഗറിയാണ്. സോ രണ്ടാളും ഒന്നായി കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. സോ അത്രയും കെയറും ലവും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അത് സെറ്റ് ആവും എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഡോക്ടറാണെങ്കിൽ താനൊരു മിടുക്കൻ തന്നെയാണെന്നൊക്കെ ഇവനോടും തിരിച്ചു പറയുന്നുണ്ട്. പിന്നീട് കുൻഷ വിളിക്കുന്നുണ്ട് കേട്ടോ. കുൻഷയാണെങ്കിൽ ഇവരുടെ ആ ഒരു ഇമേജ് കണ്ടല്ലോ, അതിനെപ്പറ്റി അന്വേഷിച്ചു വേറെ ഏതോ ഒരു നാട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരിക്കുക. എന്നിട്ട് ഇവരോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരാണെങ്കിൽ ഇവളുടെ അമ്മ പറഞ്ഞല്ലോ ഒരാൾ പറഞ്ഞിട്ട് ഇതൊക്കെ ചെയ്തെന്ന്, അതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്. ആ ടൈമിൽ കുൻഷ പറയുന്നത് അതായത് ഈ റെലിക്സ് ഓഫ് ഇല്ലോമിനിൻ്റെ ഒരു ഹയറാർക്കി പോലെ ആയിരിക്കും, അതായത് ഓരോരുത്തർക്കും ഓരോ പവർ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പറയുന്ന ആ ഒരു മനുഷ്യൻ കുറച്ചുകൂടി ഹൈ പവറുള്ള ആളായിരിക്കും എന്നൊക്കെ സംസാരിച്ച് ഈ പണ്ടത്തെ ഈ ആൻഷ്യൻ്റ് ടൈമിലെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളെ തപ്പിയിട്ടാണ് കേട്ടോ കുൻഷ പോകുന്നത്. ല്യൂറയാണെങ്കിലും മ്യൂതയുടെ റൂമിലൊക്കെ ഇരുന്ന് ഇവളുടെ ഫോട്ടോ നോക്കുന്ന ടൈമിൽ മ്യൂത അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ യാൻഹയാണെങ്കിൽ ല്യൂറെ കുറച്ച് ഡ്രിങ്ക്സ് അടിച്ചിട്ടുണ്ട്, ക്ഷീണിച്ച് കിടക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ല്യൂറയാണെങ്കിൽ അറിയാത്ത പോലെ കിടക്കുന്നുണ്ട്. അങ്ങോട്ട് വരുന്ന മ്യൂതയാണെങ്കിൽ ഇവന് വേണ്ടിയിട്ട് ഹാങ് ഓവർ സൂപ്പ് എന്തോ ഉണ്ടാക്കുകയാണ്. ആ ടൈമിൽ ഇവളുടെ കൈ മുറിയുമ്പോൾ ഇവൻ പെട്ടെന്ന് തന്നെ ഇവളുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നതും ല്യൂറയാണെങ്കിലും നിന്നെ കുറേ കാലമായിട്ട് കാണാത്ത പോലെ ഫീൽ ചെയ്യാണെന്നാണ് അവിടെ പറയുന്നത്. അതിന് കുറച്ച് നേരമല്ലേ ഇപ്പോൾ ഡോക്ടറെ അടുത്തേക്ക് പോയുള്ളൂ എന്ന് മ്യൂത ചോദിക്കുമ്പോൾ ആ ഒരു കുറച്ച് ടൈം കുറേ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ല ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് മ്യൂത ചോദിക്കുന്ന ടൈമിൽ ഡോക്ടർ എന്തു പറയാൻ, നിന്നെ പറ്റി അന്വേഷിച്ചു, നീ എന്താ വരാത്തതെന്നൊക്കെ ചോദിച്ചു. പിന്നെ ഇനിയിപ്പോൾ നീ ആളെ കാണേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നീ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവനാണെങ്കിൽ ഇവളെ ഇങ്ങനെ ബാക്കിൽ നിന്ന് ഹഗ് ചെയ്യാണ് കേട്ടോ. ആ ടൈമിൽ മ്യൂതയാണെങ്കിലും മുന്നേ ഒക്കെ എനിക്ക് ഇങ്ങനെ ഒരു മ്യൂത ഉണ്ടായിരുന്നു എന്ന് പോലും അറിയില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് ആ മ്യൂതേനെ ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇവിടെ എവിടെയുള്ള പോലെ എനിക്ക് അവളെ ഒന്ന് ടൈറ്റായിട്ട് ഹഗ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ എനിക്കതിന് കഴിയുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവർ ക്യൂട്ടായിട്ട് ഇങ്ങനെ ഇരിക്കുന്നൊരു സീനൊക്കെയാണ് കാണിക്കുന്നത്. എന്തായാലും പിറ്റേ ദിവസം ഈ മ്യൂതയാണെങ്കിലോ യാൻഹ്യോയ്ക്ക് ഓരോ ടെക്നിക്സ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിൽ ഒരു ടേബിളിൽ ചവിട്ടിയിട്ട് റൂഫിലൊക്കെ ചാടി കയറുന്നുണ്ട്. ഇവനതിനൊന്നും കഴിയുന്നില്ല കേട്ടോ. ആ ടൈമിലാണ് ഇവൻ്റെ നാട്ടിൽ നിന്നും വന്നൊരു ലെറ്റർ മ്യൂതയെ കാണുന്നത്. ഇതെന്താ ലെറ്റർ, ഒരു ഇൻവിറ്റേഷൻ ആണല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഞാൻ പോകുന്നൊന്നുമില്ല എന്ന് പറഞ്ഞ് യാൻഹ്യെ നൈസായിട്ട് ഒഴിഞ്ഞു മാറുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇവൻ വിഷമിച്ചിരിക്കുന്ന ടൈമിൽ 13 ആണെങ്കിൽ എന്തു പറ്റിയിടാ, ഇനി നിൻ്റെ വല്ല എക്സിൻ്റെ ആണോ കല്യാണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചൊറിയുന്ന ടൈമിൽ യാൻഹോ പറയുന്നുണ്ട് അല്ല അത് പിന്നെ അങ്ങോട്ട് പോയാൽ ശരിയാവില്ല, നാട്ടിലേക്ക് പോകുന്നത് സീനാണെന്നൊക്കെ പറയുമ്പോൾ 13 കാര്യം മനസ്സിലാകുന്നുണ്ട്. അതായത് നാട്ടിൽ നിന്ന് ഒളിച്ചോടിയിട്ടാണ് യാൻഹോ വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ ഒരു അറേഞ്ച്ഡ് മാരേജ് വീട്ടുകാർ ഉറപ്പിച്ചിരുന്നു, അതിൽ നിന്ന് ഒളിച്ചോടി വന്നതാണെന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ടിട്ട് 13 കിളി പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇവൻ ഇത് ചൂടാറുന്നതിന് മുന്നേ തന്നെ എല്ലാവരെയും അറിയിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു കഥ കേൾക്കുന്ന പോലെയാണ് 13 ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. 13 ആണെങ്കിലും ഈ യാൻഹോ കാണുന്ന പോലെയൊന്നുമല്ല, വീട്ടുകാരാണെ കല്യാണം ഉറപ്പിച്ച് ഇവന് നേരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇവൻ എന്ത് ചെയ്തു, നാട്ടിൽ ഇവന് വീടിൻ്റെ മുകളിൽ കയറി എന്നൊരു അനൗൺസ്മെൻറ്റ് നടത്തി ഈ എൻഗേജ്മെൻറ്റ് നടക്കത്തില്ല, എനിക്കിതിന് സമ്മതമല്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പം എന്തായാലും ഞാൻ ഉന്തിത്തള്ളിയൊക്കെ വിട്ടിട്ടുണ്ട്, ഇനി എന്ത് സംഭവിക്കുമോ എന്തോ, അച്ഛൻ ഇവനെ വീട്ടിൽ കയറ്റു, ഇനി ആ പെൺകുട്ടി ഇപ്പോഴും ഇവനെ ആലോചിച്ചിരിക്കുന്നുണ്ടായിരിക്കും. ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റുമെന്ന് ഇവനിങ്ങനെ കഥ പറയുമ്പോൾ ഇതൊക്കെ തന്നെ ഇവർ ഇൻട്രസ്റ്റിങ്ങോടുകൂടി കേട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ യാൻഹയാണെങ്കിൽ നാട്ടിലേക്ക് പോകുന്നതും കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് സീനിൽ കാണിക്കുന്നത് ഈ കുൻഷയാണെങ്കിൽ ഒരു വില്ലേജിലേക്ക് ഒരു ആൻഷ്യൻ്റ് ടൈമിലെ കാര്യമൊക്കെ അറിയുന്ന ഒരാളുടെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവരാണെങ്കിൽ ഇവർക്ക് കിട്ടിയ ഒരു ക്ലൂവിനെ പറ്റിയിട്ടാണ് അവിടെ സംസാരിക്കുന്നത്. അതായത് ഇവർ കണ്ട ഒരു ഇമേജിനെ പറ്റിയൊക്കെ സംസാരിക്കുന്ന ടൈമിൽ അത് റെലിക്സ് ഓഫ് ഇല്ലോമിനുമായിട്ട് ബന്ധമുണ്ടോ എന്നാണ് കേട്ടോ കുൻഷ ചോദിക്കുന്നത്. ആ ടൈമിൽ ഇയാളാണെങ്കിൽ 7 റെലിക്സ് ഓഫ് ഇല്ലോമിൻ ഉണ്ടെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന കുൻഷ ശരിക്കും അങ്ങ് ഷോക്ക് ആകുകയാണ് കേട്ടോ. അതായത് ഒരെണ്ണം എന്നല്ല 7 റെലിക്സ് ഓഫ് ഇല്ലോമിൻ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് കുൻഷയുടെ കിളി പോവാതിരിക്കുക?
എന്തായാലും ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.